ഹലോ, ഗുഡ് ഈവനിങ് ആൾ. എല്ലാവർക്കും നമസ്കാരം. കേട്ടറ്റ് മാസ്റ്റർ ബൈ DLED കേരള ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു കേട്ടറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓഡിയോ കേൾക്കാനും സ്ക്രീൻ കാണാനും പറ്റുന്നുണ്ടോ? യെസ്, ഓക്കെ. അപ്പോ ഗുഡ് ഈവനിങ് ആൾ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോ നമ്മള് ഇന്ന് ഏത് സബ്ജക്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നേ? നമ്മൾ പറഞ്ഞിരുന്നേ? യെസ്, നമ്മൾ പറഞ്ഞിരുന്നത് സൈക്കോളജി ആയിരുന്നു അല്ലെ? സൈക്കോളജിയാണ് നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സൈക്കോളജിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്റ്റുകളും പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ പോവുകയാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നേരുന്നു. സോ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, ഇപ്പോ നമ്മുടെ ഈ ഒരു ലിങ്ക് ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ കയറാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിന്റെ റെക്കോർഡ് വെർഷൻ കൊടുക്കുന്നതായിരിക്കും. അവർക്ക് റെക്കോർഡായിട്ട് ക്ലാസ് കേൾക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് കിട്ടിയ അവസരമാണ്, ഈ 500 പേര് ജോയിൻ ചെയ്തതിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം കിട്ടി. സോ ഈ അവസരം അവസാനം വരെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ക്ലാസ് അവസാനം വരെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്, മിനിമം ഒരു 5 to 10 മാർക്ക് വരെ സൈക്കോളജിയിൽ നേടാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, സൗണ്ട് കുറവാണോ? ആരോ സൗണ്ട് കുറവാണെന്ന് പറഞ്ഞു. സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് തുടങ്ങാം അല്ലെ? നമുക്ക് തുടങ്ങാം. ഓക്കെയാണ്. സോ നമ്മൾ ഓരോ ചോദ്യങ്ങളിലൂടെയാണ് പോകുന്നത്. ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് കമന്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, അതിനുശേഷമായിരിക്കും നമ്മൾ അടുത്തത് പറയാം. സോ അതിന്റെ കണക്റ്റീവ് ഫാക്ട് നമ്മൾ പറയും. അപ്പൊ നിങ്ങൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എല്ലാ വർഷവും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. ചോദ്യം ഇതാണ്: സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? ലിംഗവിവേചനം, ലിംഗഭേദം, ലിംഗസ്ഥിര രൂപം, ലിംഗസമത്വം. ഇതിലേതാണ് ഈ പ്രസ്താവന? ഇംഗ്ലീഷ് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ജെൻഡർ ഡിസ്ക്രിമിനേറ്റീവ്, ജെൻഡർ റോൾ, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ജെൻഡർ ഈക്വാലിറ്റി. യെസ്, ഓക്കെ. പല ആളുകളും പല ഉത്തരങ്ങളും പറയുന്നുണ്ട്. എന്നിരുന്നാലും ഭൂരിഭാഗം ആളുകൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഏതാണ്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ്. ലിംഗസ്ഥിര രൂപം. സോ നിങ്ങൾ മനസ്സിലാക്കുക, സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ലിംഗസ്ഥിര രൂപമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. ഇത് പറയുന്നത് എന്താണ്? ഒരു ജനറലൈസ്ഡ് വ്യൂ ആണ് അല്ലെ? പൊതുവെ എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാണ്? അവിടെ ജനറലൈസേഷൻ നടക്കുകയാണ്. അഥവാ അവിടെ എന്ത് ചെയ്യുക? എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്നു. അങ്ങനെ പൊതുവായി ഒരു ജനറലൈസ്ഡ് വ്യൂ ഉണ്ടെങ്കിൽ, പൊതുവായിട്ടുള്ള ഒരു 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 ചിന്ത അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള വ്യൂ ഉണ്ടെങ്കിൽ അതിനെയാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോ ഉദാഹരണമായിട്ട് നമ്മള് മെയിൽ ആർ പവർ, ഫീമെയിൽ ആർ വീക്കർ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അഥവാ പുരുഷന്മാർ ശക്തവാന്മാരാണ്, സ്ത്രീകൾ ബലഹീനരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ലിംഗസ്ഥിര രൂപമാണ്. ഓക്കെ, ഇനി ഞാൻ നോട്ട് ചെയ്യാനുള്ള പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ആദ്യം പറയുന്നത് നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ലിംഗസ്ഥിര രൂപത്തിന്റെ കണക്റ്റീവ് ഫാക്റ്റുകളാണ്. സോ നിങ്ങൾ നോട്ട് ചെയ്യുക, ലിംഗസ്ഥിര രൂപം. അതിന്റെ ഇംഗ്ലീഷ് കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം, കാരണം അങ്ങനെയും ചോദിക്കാറുണ്ട്. ലിംഗസ്ഥിര രൂപം അഥവാ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്നാണ് പറയുന്നത്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യുക, ലിംഗസ്ഥിര രൂപം എന്ന് പറഞ്ഞാൽ
സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമിടയിൽ ഒരു ജനറലൈസ്ഡ് വ്യൂ പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ഒരു ജനറലൈസ്ഡ് വ്യൂ അഥവാ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടിനെയാണ് എന്ത് പറയുന്നത്? ലിംഗസ്ഥിര രൂപം എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് എന്തൊക്കെയാണ്? എക്സാമ്പിൾ ആയിട്ട് പറയാം, മെയിൽ ആർ പവർ, അതുപോലെ ഫീമെയിൽ ആർ വീക്കർ. ഓക്കെ, ഫീമെയിൽ ആർ വീക്കർ എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണ? അത് ജെൻഡർ സ്റ്റീരിയോടൈപ്പിന് ഉദാഹരണമാണ്. പുരുഷന്മാർ ശക്തവാന്മാരും സ്ത്രീകൾ ബലഹീനരുമാണ് എന്ന് പറയുന്നത് ലിംഗസ്ഥിര രൂപത്തിന് ഉദാഹരണമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കുക, ക്ലാസ്സിൽ അടിച്ചു വാരേണ്ടത് പെൺകുട്ടികളും ബെഞ്ച് മാറ്റിയിടേണ്ടത് ആൺകുട്ടികളുമാണ്. ഇത് എന്തിന് ഉദാഹരണമാണ്? എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞേ? ഏതായിരിക്കും? ആൺകുട്ടികൾ ബെഞ്ച് പിടിച്ചിടേണ്ടവരും പെൺകുട്ടികൾ ക്ലാസ് റൂം അടിച്ചു വാരേണ്ടവരുമാണ്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതും എന്തെന്നെയാണ്? ലിംഗസ്ഥിര രൂപം തന്നെയാണ്, അഥവാ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് തന്നെയാണ് കേട്ടോ. ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഉദാഹരണങ്ങൾ മനസ്സിലാക്കി വെക്കുക. പുരുഷന്മാർ ശക്തവന്മാർ, അതുപോലെ സ്ത്രീകൾ ബലഹീനർ. ക്ലാസ് റൂം അടിച്ചു വാരേണ്ടത് പെൺകുട്ടികൾ, ബെഞ്ച് മാറ്റിയിടേണ്ടത് ആൺകുട്ടികൾ. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാ? ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്, ലിംഗസ്ഥിര രൂപമാണ്. ഇനി ഓപ്ഷൻ എയിൽ പറഞ്ഞത് എന്താ? ലിംഗവിവേചനം. എന്താണ് ലിംഗവിവേചനം എന്ന് നമുക്ക് നോക്കാം. ലിംഗവിവേചനം അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നു. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നോട്ട് ചെയ്യണം. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഞാൻ പറയുന്നത്, ലിംഗവിവേചനം. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അഥവാ ലിംഗവിവേചനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ആണിനും പെണ്ണിനും ഈക്വാലിറ്റി ഇല്ലാതിരിക്കുന്നത്. അതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ആണിനും പെണ്ണിനും തുല്യത ഇല്ലാതിരിക്കുന്നത്, ആണിനും പെണ്ണിനും ഈക്വാലിറ്റി ഇല്ലാതിരിക്കുന്നത്, തുല്യത ഇല്ലാതിരിക്കുന്നതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞുതരാം. ആണിനും പെണ്ണിനും തുല്യത ഇല്ലാതിരിക്കുന്നതിനെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നു. അത് പല മേഖലകളിലാവാം. ഒന്നെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടാവാം. ജോലിയിൽ പുരുഷന്മാർക്ക് കൂടുതൽ അവസരം കിട്ടുന്നു, അത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അല്ലെങ്കിൽ ജോലിപരമായിട്ട് ചില ആണിനെയോ പെണ്ണിനെയോ ആരെങ്കിലും ഒക്കെ മാറ്റി നിർത്തപ്പെടുന്നു, അത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അതുപോലെ തന്നെ വേതനവുമായി ബന്ധപ്പെട്ട്, ശമ്പളവുമായി ബന്ധപ്പെട്ട് എന്തുണ്ടാവുക? പുരുഷന് കൂടുതൽ സാലറി കൊടുക്കുന്നു, സ്ത്രീക്ക് കുറഞ്ഞ സാലറി കൊടുക്കുന്നു, ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പോ അവസരങ്ങളുടെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും ശമ്പളത്തിന്റെ കാര്യത്തിലായാലും തുല്യത ഇല്ലാത്ത അവസ്ഥയെ ലിംഗവിവേചനം എന്ന് പറയുന്നു. ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? യെസ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം, നന്നായിട്ട് മനസ്സിലാക്കിക്കോ. ഓക്കെ, സീനിയർ ടീച്ചർ എല്ലായ്പ്പോഴും ശാസ്ത്രമേളക്ക് പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്നു. ഇത് എന്തിന് ഉദാഹരണമാണ്? എന്തിനുദാഹരണ ഒന്ന് പറഞ്ഞേ. സീനിയർ ടീച്ചർ എപ്പോഴും ശാസ്ത്രമേളക്ക് പെൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. ഇത് എന്തിന് ഉദാഹരണമാണ്? എന്തിന് ഉദാഹരണം? ഇത് ലിംഗവിവേചനത്തിന് ഉദാഹരണമാണ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉദാഹരണമാണ്. ഓക്കെ, ഇപ്പൊ ആൺകുട്ടിയെ മാത്രം തിരഞ്ഞെടുക്കുക. അതുപോലെ മറ്റൊരു ചോദ്യം ഉണ്ട്. ഓക്കെ, ടീച്ചർ എപ്പോഴും ക്ലാസ് ലീഡറെ ആൺകുട്ടിയെ ആക്കുന്നു. ടീച്ചർ എപ്പോഴും ആൺകുട്ടിയെ മാത്രം ക്ലാസ് ലീഡർ ആക്കുന്നു. ഇതെന്തിന് ഉദാഹരണ? ടീച്ചർ എപ്പോഴും ആൺകുട്ടിയെ മാത്രം ക്ലാസ് ലീഡർ ആക്കുന്നു. ഇതെന്തിന് ഉദാഹരണമാണ്? അത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അഥവാ ലിംഗവിവേചനത്തിന് ഉദാഹരണമാണ്. ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് വേറെ കോൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞു. അതൊരു പൊതുവായ കാഴ്ചപ്പാടാണ്. പൊതുവായ കാഴ്ചപ്പാട് അഥവാ സ്ത്രീകൾ ശക്തരല്ല, ദുർബലരാണ്, പുരുഷന്മാർ ശക്തവാന്മാരാണ് എന്നൊക്കെ ഉദാഹരണം പറയാം. അഥവാ ക്ലാസ് റൂം അടിച്ചു വാരേണ്ടത് പെൺകുട്ടികളെ, ബെഞ്ചും ഡെസ്കും മാറ്റിയിടേണ്ടത് ആൺകുട്ടികൾ. ഇത് ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് വിവേചനമല്ല, അത് സ്ഥിരരൂപമാണ്, ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ?
ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യനും പറഞ്ഞിരുന്നുണ്ട്. ആദ്യം ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞു, പിന്നെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതാണ് ലിംഗഭേദം അഥവാ ജെൻഡർ റോൾ. ലിംഗഭേദം അഥവാ ജെൻഡർ റോൾ എന്ന് പറയുന്നു. ലിംഗഭേദം നോട്ട് ചെയ്യണം. ലിംഗഭേദം അഥവാ ജെൻഡർ റോൾ എന്ന് പറയുന്നു. ജെൻഡർ റോളാണ് ലിംഗഭേദം. ഓക്കെ, അപ്പോ ലിംഗഭേദം അഥവാ ജെൻഡർ റോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അഥവാ ആണും പെണ്ണും, ഒരു പുരുഷനും സ്ത്രീയും എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ള ഒരു ധാരണ, സമൂഹത്തിലുള്ള ഒരു ധാരണ, അതാണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ട്. അതുപോലെ പുരുഷന് ഈ റോളുകളാണുള്ളത്, സ്ത്രീക്ക് ഈ റോളുകളാണുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണ. ആ റോൾ എന്ന് പറയുമ്പോൾ പലതും ഉൾപ്പെടുന്നു. ഓക്കെ, ഒരു പുരുഷൻ എങ്ങനെ വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം, ഇങ്ങനെയൊക്കെയുള്ള ധാരണയാണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നോട്ട് ചെയ്യാനുള്ള പോയിന്റ് ഞാൻ പറയാം. ആണും പെണ്ണും അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നിങ്ങനെയുള്ള ധാരണ. എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നിങ്ങനെയുള്ള ധാരണ, അതാണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു പാവാടയും അല്ലെങ്കിൽ ഒരു ടോപ്പും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വസ്ത്രം പൊതുവെ സ്ത്രീകളാണ് ധരിക്കുന്നത്. അപ്പോൾ നമ്മള് ആ സമൂഹത്തിന്റെ ഒരു എന്തുണ്ട്, ഒരു അവിടെ ആ റോൾ ഉണ്ട്. അപ്പോ ആ ഒരു വസ്ത്രം ധരിക്കുന്നത് പെൺകുട്ടികളാണ് എന്നുള്ള ഒരു റോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഷർട്ടും പാന്റും ധരിക്കുന്നത് ആൺകുട്ടികളാണ്. ഇങ്ങനെ സമൂഹത്തിനുള്ള ആ ഒരു ധാരണയെയാണ് ലിംഗഭേദം അഥവാ ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി ലിംഗസമത്വം അഥവാ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നു. ലിംഗസമത്വം, ജെൻഡർ ഈക്വാലിറ്റി. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ലിംഗസമത്വം അഥവാ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ലിംഗവിവേചനം പറഞ്ഞല്ലോ, ലിംഗവിവേചനത്തിന്റെ നേരെ വിപരീതമാണ് ജെൻഡർ ഈക്വാലിറ്റി അഥവാ ലിംഗസമത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി നോട്ട് ചെയ്യാനുള്ള പോയിന്റ് ഞാൻ പറയാം, നിങ്ങൾ നോട്ട് ചെയ്യുക. എന്താ നോട്ട് ചെയ്യേണ്ടത്? ആണിനും പെണ്ണിനും, പുരുഷനും സ്ത്രീക്കും, ആണിനും പെണ്ണിനും അല്ലെങ്കിൽ പുരുഷനും സ്ത്രീക്കും തുല്യ അവസരം, തുല്യ അവകാശം, അതുപോലെ തന്നെ ഉത്തരവാദിത്തം. ഓക്കെ, തുല്യ ഉത്തരവാദിത്തം, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയും. പല മേഖലയിലായിക്കോട്ടെ, തുല്യ അവസരങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട് തുല്യ അവസരങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ തൊഴിൽപരമായിട്ട് തുല്യ അവസരങ്ങൾ, വേതനപരമായിട്ട് തുല്യത, ശമ്പളപരമായിട്ട് തുല്യത. ഓക്കെ, അതുപോലെ തന്നെ ഉത്തരവാദിത്തപരമായിട്ട് തുല്യത, അവകാശവുമായി ബന്ധപ്പെട്ട് തുല്യത, സാമ്പത്തിക അവകാശം, മറ്റു അവകാശങ്ങൾ, പിന്നെ ഉത്തരവാദിത്തം. ഓക്കെ, ഇതിനൊക്കെ തുല്യതയുണ്ടെങ്കിൽ അതിനെ ലിംഗസമത്വം എന്ന് പറയുന്നു, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നു. സോ ഇപ്പൊ നമ്മള് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞതിൽ ഒരു ചോദ്യമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു 5 or 6 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്തു, ഈ സ്ലൈഡിലൂടെ മാത്രം കടന്നുപോയി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ കാറ്റഗറി പരീക്ഷയ്ക്കും നിങ്ങൾ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിൽ ഈ ഒരു ടോപ്പിക് സ്ഥിരം ചോദ്യമാണ്. ജെൻഡറുമായി ബന്ധപ്പെട്ട ടോപ്പിക് സ്ഥിരം ചോദ്യമാണ്. സോ നമ്മൾ ഇവിടെ ജെൻഡറുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്തു, പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു മാർക്ക് ഷുവർ ആയിട്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ആശയങ്ങൾ സ്വായത്തമാക്കലാണ് പഠനം. പഠനത്തിന്റെ അടിസ്ഥാനം ആശയ രൂപീകരണമാണ്. പഠനം ഒരു സാമൂഹ്യ പ്രക്രിയയാണ് എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആശയങ്ങൾ സ്വായത്തമാക്കലാണ് പഠനം. പഠനത്തിന്റെ അടിസ്ഥാനം ആശയ രൂപീകരണമാണ്. പഠനം ഒരു സാമൂഹ്യ പ്രക്രിയയാണ് എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്?
ഓക്കെ, ഇവിടെ ചില ആളുകൾക്കൊക്കെ ചെറിയൊരു സംശയമുണ്ട്. അപ്പോ ഇവിടെ സാമൂഹ്യ പ്രക്രിയയാണ് എന്ന് കണ്ടപ്പോൾ നമുക്ക് വൈഗോട്സ്കി ആണെന്ന് പറയാൻ തോന്നി. പക്ഷേ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്, അഥവാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ജെറോം എസ് ബ്രൂണർ ആണ് കേട്ടോ. ജെറോം എസ് ബ്രൂണർ ആണ് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ ജെറോം എസ് ബ്രൂണർ, ആശയങ്ങൾ സ്വായത്തമാക്കലാണ് പഠനം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്രൂണറുടെ ആശയദാന മാതൃക. ഓർമ്മയുണ്ടോ? ബ്രൂണർ മുന്നോട്ട് വെച്ച ഒരു കോൺസെപ്റ്റ് ആണ് ആശയദാന മാതൃക. ആശയദാന മാതൃക. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം പറഞ്ഞത്, ആശയദാന മാതൃക. അതാണ് ആശയങ്ങൾ സ്വായത്തമാക്കലാണ് പഠനം എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത് പറഞ്ഞത് എന്താ? പഠനത്തിന്റെ അടിസ്ഥാനം ആശയ രൂപീകരണമാണ്. പഠനത്തിന്റെ അടിസ്ഥാനം ആശയ രൂപീകരണമാണ്. നമ്മളെ ബ്രൂണറുടെ ആശയ രൂപീകരണ ഘട്ടങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ അതും അവിടെ പറയുന്നുണ്ട്. പിന്നെ പഠനം ഒരു സാമൂഹ്യ പ്രക്രിയയാണ്. ഈ ഡെഫിനീഷൻ മുന്നോട്ട് വെച്ചത് ആരാ? ഈ ഡെഫിനീഷൻ മുന്നോട്ട് വെച്ചത് ജെറോം എസ് ബ്രൂണർ ആണ് കേട്ടോ. ജെറോം എസ് ബ്രൂണർ ആണ് ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതൊരു ഡെഫിനീഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ കണക്റ്റീവ് ഫാക്ടർ ഒന്നും നമുക്ക് തൽക്കാലം എന്ത് ചെയ്യണ്ട, നമുക്ക് നോക്കണ്ട. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എറിക് എച്ച് എറിക്സണിന്റെ അഭിപ്രായത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടി ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്? എറിക് എച്ച് എറിക്സണിന്റെ അഭിപ്രായത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടി ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്? ഓപ്ഷൻ എ മുൻകൈ എടുക്കൽ കുറ്റബോധം, സ്വാശ്രയത്വം വൈസസ് ജാള്യത, ഊർജസ്വലത വൈസസ് അപകർഷത, വിശ്വാസം വൈസസ് അവിശ്വാസം. ഇതിൽ ഏത് ഘട്ടമായിരിക്കും? എല്ലാവർക്കും പറയാം. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ. തെറ്റിക്കോട്ടെ, തെറ്റിയാലൊന്നും ആരും നിങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോ പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഘട്ടങ്ങളും നോക്കി പോവാം. അതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഓരോ ഘട്ടങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് നോക്കിയിട്ട് പോവാം. സോ നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് എറിക് എച്ച് എറിക്സൺ ആണ്. എറിക് എച്ച് എറിക്സൺ എന്ത് ചെയ്തു? ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളാക്കി തിരിച്ചു. അങ്ങനെ എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു? എത്ര പ്രതിസന്ധി ഘട്ടങ്ങളായിട്ടാ തിരിച്ചത്? പ്രതിസന്ധി ഘട്ടങ്ങളായിട്ട് തിരിച്ചു. എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ? യെസ്, 8 പ്രതിസന്ധി ഘട്ടങ്ങളായിട്ട് തിരിച്ചു. അഥവാ ഒരു വ്യക്തിയുടെ വികാസം സംഭവിക്കുന്നത് 8 പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ്. ഓക്കെ, 8 പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത് എന്നൊക്കെ ആര് പറഞ്ഞു? സാൻമാർഗിക വികാസം സംഭവിക്കുന്നതെന്ന് എറിക് എച്ച് എറിക്സൺ പറഞ്ഞു. ആ ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങളാണ് ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വീണ്ടും 4 ഘട്ടങ്ങൾ ഉണ്ട്. ആ 4 ഘട്ടങ്ങൾ ഇത്രത്തോളം പ്രധാനമല്ല. കാരണം ഈ ചോദ്യത്തിലുള്ള ഘട്ടങ്ങളാണ് എന്ത്, ഒരു LP അല്ലെങ്കിൽ UP പ്രായത്തിലുള്ള വിദ്യാർത്ഥികളുടെ പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുകളിലേക്കുള്ളത് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല. അഥവാ കൗമാരപ്രായവും അതുപോലെ തന്നെ കൗമാരപ്രായവും അതുപോലെ അതിന് മുകളിലേക്കുള്ള യൗവനവും വാർദ്ധക്യവും ഒന്നും എന്തല്ല നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല. സോ നമുക്ക് ഈ ഘട്ടങ്ങൾ നമുക്ക് നോക്കി പോവാം. ഓക്കെ, ഇവിടെ പറഞ്ഞ ഓരോ ഘട്ടങ്ങളും നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞത് എന്താ? മുൻകൈ എടുക്കൽ കുറ്റബോധം. മുൻകൈ എടുക്കൽ വൈസസ് കുറ്റബോധം, അഥവാ ഇനീഷ്യേറ്റീവ് വൈസസ് ഗിൽറ്റ് ആണ്. ഇനീഷ്യേറ്റീവ് വൈസസ് ഗിൽറ്റ്. ഈ ഘട്ടം എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? അറിയുന്നവർ പറഞ്ഞേ. മുൻകൈ എടുക്കൽ വൈസസ് കുറ്റബോധം എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണെന്ന് അറിയോ? ഓക്കെ, ഞാനൊരു ഹിന്റ് തരാം. ഈ ഘട്ടമാണ് പ്രീ സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. പ്രീ സ്കൂൾ കാലഘട്ടം. സോ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ. പ്രീ സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്നത് മുൻകൈ എടുക്കൽ കുറ്റബോധമാണ്. ഓക്കെ, വെരി ഗുഡ്. എത്രയാ? 3 മുതൽ 6 വയസ്സ് വരെയാണ് മുൻകൈ എടുക്കൽ കുറ്റബോധം. സോ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടി. എറിക്സണിന്റെ അഭിപ്രായത്തിൽ ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. മുൻകൈ എടുക്കൽ കുറ്റബോധം. ഓക്കെ ആണല്ലോ, മുൻകൈ എടുക്കൽ കുറ്റബോധം. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? പ്രീ സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എറിക്സണിന്റെ ഏത് കാലഘട്ടമാണ്? പ്രീ സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്നത്
മുൻകൈ എടുക്കൽ കുറ്റബോധം. ഇതൊരു PYQ ആണ്, നോട്ട് ചെയ്യണം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ നമുക്കറിയാം 3 മുതൽ 6 വയസ്സ് വരെ ഒരു കുട്ടി 6ാമത്തെ വയസ്സിലാണ് സാധാരണ ഒരു 1ാം ക്ലാസ്സിൽ ചേരാറുള്ളത്. അപ്പൊ അതിന് മുൻപുള്ള കാലഘട്ടം, ഓക്കെ, LKG UKG ഇങ്ങനെയുള്ള കാലഘട്ടമൊക്കെ പ്രീ സ്കൂൾ കാലഘട്ടം, അത് മുൻകൈ എടുക്കൽ കുറ്റബോധമാണ്. സോ ഇനി അടുത്ത് നോക്കാം, സ്വാശ്രയത്വം വൈസസ് ജാള്യത. സ്വാശ്രയത്വം വൈസസ് ജാള്യത, ഓട്ടോണമി വൈസസ് ഷെയിം ആൻഡ് ഡൗട്ട്. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? നിങ്ങൾക്ക് പറയാം, സ്വാശ്രയത്വം വൈസസ് ജാള്യത. ഓക്കെ, 1 മുതൽ 3 വയസ്സ് വരെയാണ് കേട്ടോ. 1 മുതൽ 3 വയസ്സ് വരെയാണ് സ്വാശ്രയത്വം വൈസസ് ജാള്യത എന്നറിയപ്പെടുന്നത്. ഓക്കെ, 1 മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സ്വാശ്രയത്വം വൈസസ് ജാള്യത അഥവാ ഓട്ടോണമി വൈസസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നു. അടുത്തത് ഊർജ്ജസ്വലത വൈസസ് അപകർഷത. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? ഊർജ്ജസ്വലത വൈസസ് അപകർഷത. ഇൻഡസ്ട്രി വൈസസ് ഇൻഫീരിയോറിറ്റി. യെസ്, വെരി ഗുഡ്. 6 മുതൽ 12 വയസ്സ് വരെയാണ് എന്ത്? ഊർജ്ജസ്വലത വൈസസ് അപകർഷത. ഊർജ്ജസ്വലത വൈസസ് അപകർഷത 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. 6 മുതൽ 12 വയസ്സ് വരെയാണ് ഊർജ്ജസ്വലത വൈസസ് അപകർഷത എന്ന് പറയുന്ന കാലഘട്ടം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ പറയുന്നത്. ഊർജ്ജസ്വലത വൈസസ് അപകർഷത. പ്രാഥമിക വിദ്യാലയ കാലഘട്ടം അല്ലെങ്കിൽ പ്രൈമറി സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്നു. പ്രൈമറി സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്നു. നോട്ട് ചെയ്യാ, പ്രൈമറി സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഊർജ്ജസ്വലത വൈസസ് അപകർഷത. 6 മുതൽ 12 വയസ്സ് വരെ, ആ പ്രായത്തിലാണ് കുട്ടികൾ LP ക്ലാസ്സുകളും UP ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നത്. സോ പ്രൈമറി വിദ്യാലയ കാലഘട്ടം, പ്രൈമറി സ്കൂൾ സ്റ്റേജ് എന്നറിയപ്പെടുന്നത് ഊർജ്ജസ്വലത വൈസസ് അപകർഷത, ഇൻഡസ്ട്രി വൈസസ് ഇൻഫീരിയോറിറ്റി. ഓക്കെ, ഇനി അടുത്തത് നോക്കാം, വിശ്വാസം വൈസസ് അവിശ്വാസം, ട്രസ്റ്റ് വൈസസ് മിസ്ട്രസ്റ്റ്. ഏത് പ്രായമാണ് വിശ്വാസം വൈസസ് അവിശ്വാസം? യെസ്, ജനനം മുതൽ 1 വയസ്സ് വരെ. സോ നമുക്ക് 0 to 1 എന്ന് പറയാം കേട്ടോ. ജനനം മുതൽ 1 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് വിശ്വാസം വൈസസ് അവിശ്വാസം. അക്കോർഡിംഗ് ടു എറിക് ചെറിക്സൺ, ഒരു കുട്ടി ജനിച്ചത് മുതലുള്ള ആദ്യ കാലഘട്ടം, ഒരു കുട്ടിയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് വിശ്വാസം വൈസസ് അവിശ്വാസമാണ്. സോ നമുക്ക് ഈ ഘട്ടങ്ങൾ ഓർഡറിൽ ഒന്ന് നോക്കിയിട്ട് പോവാം. 1ാമത്തെ ഘട്ടം വിശ്വാസം വൈസസ് അവിശ്വാസം, 0 to 1 ആണ് ഏജ് വരുന്നത്. 2ാമത്തെ കാലഘട്ടം ഏതാണ്? 2ാമത്തേത് സ്വാശ്രയത്വം വൈസസ് ജാള്യതയും സംശയവും. ഓക്കെ, ഓട്ടോണമി വൈസസ് ഷെയിം ആൻഡ് ഡൗട്ട്. 3ാമത്തെ കാലഘട്ടം മുൻകൈ എടുക്കൽ കുറ്റബോധം എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് വൈസസ് ഗിൽറ്റ്. അവസാനത്തല്ല, 4ാമത്തെ കാലഘട്ടം ഊർജ്ജസ്വലത വൈസസ് അപകർഷത, 6 മുതൽ 12 വയസ്സ് വരെ. ഓക്കെ, ഇതിൽ പ്രീ സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്നത് മുൻകൈ എടുക്കൽ കുറ്റബോധമാണ്. പ്രൈമറി വിദ്യാലയ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഊർജ്ജസ്വലത വൈസസ് അപകർഷതയാണ്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? നോട്ട് ചെയ്തെടുത്തോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതുപോലെ നമ്മൾ അതിന്റെ എല്ലാ ഫാക്റ്റും പറഞ്ഞു. ഇനി 4 ഘട്ടങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. 8 ഘട്ടങ്ങളാണ്. ആ 4 ഘട്ടങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, കാരണം നമ്മൾ പ്രൈമറി വിദ്യാലയങ്ങളിലേക്കൊക്കെ പോകാനുള്ളതാണ്. സോ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ഘട്ടങ്ങൾ വരെയാണ്. ഓക്കെ, യെസ്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അവസാനം വരെ നിങ്ങൾ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യണം. സോ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ പരിചയപ്പെടാനും അതുമായി ബന്ധപ്പെട്ട കണക്റ്റീവ് ഫാക്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പരിചയപ്പെടാനും ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. സോ എല്ലാവരും ക്ലാസിന്റെ അവസാനം വരെ തുടരുക. ഓക്കെ, അടുത്ത ചോദ്യം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രമേശ് മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി സംഗീത മത്സരത്തിൽ പങ്കെടുക്കുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. രമേശിന്റെ ഈ പ്രവൃത്തി ഏത് പ്രതിരോധ തന്ത്രമാണ്? പ്രക്ഷേപണം, യുക്തീകരണം, ഉദാത്തീകരണം, അനുപൂരണം.
ഓക്കെ, പല ആളുകളും ഉത്തരം പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഏതാണ് ഉത്തരം? അഥവാ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രമേശ് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി സംഗീത മത്സരത്തിൽ പങ്കെടുക്കുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. രമേശിന്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഉദാഹരണമാണ്, അഥവാ അനുപൂരണത്തിന് ഉദാഹരണമാണ്. അനുപൂരണത്തിന് ഉദാഹരണം. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇതിലുള്ള ഓരോ ഓപ്ഷനും എന്താണ് എന്നുള്ളത് പരിചയപ്പെടണം. ഇതിൽ ഞാൻ പറഞ്ഞ ഈ സ്ലൈഡിലുള്ള ഓരോ ഓപ്ഷനും ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ച കാര്യങ്ങളാണ്. അപ്പോ ഇത് ചില ആളുകൾക്കൊക്കെ പ്രയാസമായിരിക്കും, കാരണം പേര് കേൾക്കുമ്പോൾ എല്ലാം ഒരുപോലെ. പ്രക്ഷേപണം, യുക്തീകരണം, ഉദാത്തീകരണം, അനുപൂരണം, പിന്നെ ഇങ്ങനെയുള്ള പേരുകളാണ്. അതുപോലെ താതാത്മീകരണം, ഇങ്ങനെ കുറെ ഗരണം എന്നുള്ള പേരുകളാണ്. സോ ഇത് പ്രയാസമായിട്ട് തോന്നുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. സോ ഞാൻ എന്ത് ചെയ്യാം? ഓരോന്ന് പറയാം. ആദ്യം ഞാൻ എന്ത് ചെയ്യാം? യുക്തീകരണം പറയാം. ഒരു ഓർഡറിൽ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. യുക്തീകരണം നോട്ട് ചെയ്യുക. യുക്തീകരണം അഥവാ യുക്തീകരണത്തിന്റെ മലയാളമാണ്, ഇംഗ്ലീഷ് ആണ്. റേഷണലൈസേഷൻ. യുക്തീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യാം. യുക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഞാൻ ആദ്യം കോൺസെപ്റ്റ് പറഞ്ഞുതരാം. യുക്തീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ, അല്ലെങ്കിൽ ഒരു പരാജയം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ എന്ത് ചെയ്യുക? അതിനെ പല രീതിയിൽ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ഇതാണ് യുക്തീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഉദാഹരണമായിട്ട് എന്ത് ചെയ്യുക? ഇപ്പോ പരീക്ഷക്കൊക്കെ ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ഒരു കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ കുട്ടി പറയാണ്, ഇന്നലെ നല്ല തലവേദനയായിരുന്നു, സോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇങ്ങനെ കുട്ടി എന്ത് ചെയ്യാ? അല്ലെങ്കിൽ ഇപ്പോ കുട്ടി എന്ത് ചെയ്യാ? വേറെ എന്തെങ്കിലുമൊക്കെ കാരണം പറയാം, ക്ലാസ്സിലേക്ക് നേരം വൈകി. സോ കുട്ടി പറയാണ്, ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? വരുന്ന വഴിയിൽ ഒന്ന് വീണു, സോ അങ്ങനെ നേരം വൈകി. ഇങ്ങനെ എന്തെങ്കിലൊക്കെ കാരണം പറഞ്ഞുകൊണ്ട്, ഓക്കെ, തന്റെ പരാജയങ്ങൾ മുടന്തൻ ന്യായങ്ങൾ നിരത്തി പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് യുക്തീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ നോട്ട് ചെയ്യുക. യുക്തീകരണം നിങ്ങൾ നോട്ട് ചെയ്യുക. തന്റെ പരാജയങ്ങൾ മുടന്തൻ ന്യായങ്ങൾ നിരത്തി പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. തന്റെ പരാജയങ്ങൾ മുടന്തൻ ന്യായങ്ങൾ നിരത്തി പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനെ യുക്തീകരണം എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്തത് പറയാം. അടുത്തത് ഞാൻ പറയാണ് പ്രക്ഷേപണം. യുക്തീകരണവും പ്രക്ഷേപണവും ഒരുപോലെയാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടും ആദ്യം പറയുന്നത്. ഓക്കെ, പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ തന്റെ കുറ്റം മറ്റുള്ളവരിലോ മറ്റുള്ള വസ്തുക്കളിലോ ആരോപിക്കുന്നത്. അതാണ് പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ. ഇപ്പോ ഹോംവർക്ക് ചെയ്തു വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഹോംവർക്ക് ചെയ്തു വന്നിട്ടില്ലെങ്കിൽ വേറെ, അതായത് വേറെ എന്തെങ്കിലും കാരണം പറയാം. ഇപ്പൊ ഉദാഹരണമായിട്ട് കറന്റ് പോയി, ഇന്നലെ കറണ്ടിലായിരുന്നു, സോ ഹോംവർക്ക് ചെയ്തില്ല. അപ്പോ ആ ഹോംവർക്ക് ചെയ്യാത്തത് ആരിൽ ആരോപിച്ചത്? കറണ്ടിൽ ആരോപിച്ചു, വൈദ്യുതിയിൽ ആരോപിച്ചു. അതുപോലെ തന്നെ ഒരു കുട്ടി ക്ലാസ്സിലേക്ക് നേരം വൈകി വരുമ്പോ കുട്ടി എന്ത് ചെയ്യാണ്? ബസ് ലേറ്റ് ആയി, അതുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് ലേറ്റ് ആയത് എന്ന് പറയുന്നു. അപ്പോ അവിടെ കുട്ടി എന്താ ചെയ്തത്? ബസ്സിലേക്ക് എന്ത് ചെയ്തു? ആരോപിച്ചു. ഇനി അതുപോലെ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു. പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ കുട്ടി എന്ത് ചെയ്യാണ്? ചോദ്യം തയ്യാറാക്കിയ ആളെ കുറ്റം പറയാ. ചോദ്യ പേപ്പർ വളരെ ടഫായിരുന്നു, സോ അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്. അപ്പൊ അവിടെ ചോദ്യ പേപ്പറിന് കുറ്റം പറഞ്ഞു. അല്ലെങ്കിൽ ചോദ്യം തയ്യാറാക്കിയ ആളെ തെറി വിളിച്ചു. ചോദ്യം തയ്യാറാക്കിയ ആളെ എന്ത് ചെയ്യാ? കുറ്റം പറയാ. അപ്പോ ചോദ്യം തയ്യാറാക്കിയ ആൾ എവിടെ നോക്കിയിട്ടാ ചോദ്യം ഇട്ടത്? ആ ചങ്ങായി ഭയങ്കര ടഫായിട്ടാ ചോദ്യം ഇട്ടത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം തയ്യാറാക്കിയ ആളെ കുറ്റം പറയുകയാണെങ്കിൽ അതും എന്താണ്? പ്രക്ഷേപണാണ്. ഓക്കെ, അപ്പൊ ചോദ്യ പേപ്പറിന് കുറ്റം പറയാ, ചോദ്യം തയ്യാറാക്കിയ ആളെ കുറ്റം പറയാ, അല്ലെങ്കിൽ പഠിക്കാത്തതിന് കറണ്ട് ഇല്ല എന്ന് പറയാ, ഇങ്ങനെ. അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് നേരം വൈകി വരുമ്പോ എന്ത് ചെയ്യാ? അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരാൻ വൈകി, അപ്പൊ അമ്മയെ പറയാ. ബസ് നേരം വൈകി, ബസ്സിനെ പറയാ. ഇങ്ങനെ മറ്റുള്ള വസ്തുക്കളിലോ മറ്റുള്ള വ്യക്തികളിലോ തന്റെ കുറ്റം ആരോപിക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾ നോട്ട് ചെയ്തോ. പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ തന്റെ കുറ്റം
മറ്റുള്ളവരിലോ വസ്തുക്കളിലോ ആരോപിക്കുന്നു. മറ്റുള്ളവരിലോ വസ്തുക്കളിലോ ആരോപിക്കുന്നു. അതാണ് എന്ത് പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഓക്കെ, തന്റെ കുറ്റം മറ്റുള്ളവരിലോ വസ്തുക്കളിലോ ആരോപിക്കുന്നു, അതിനെ പ്രക്ഷേപണം എന്ന് പറയുന്നു. അപ്പൊ യുക്തീകരണവും പ്രക്ഷേപണവും വ്യത്യാസം മനസ്സിലായല്ലോ. യുക്തീകരണം എന്ന് പറയുന്നത് തന്റെ പരാജയങ്ങൾ മുടന്ത ന്യായങ്ങൾ നിരത്തി പരിഹരിക്കാൻ ശ്രമിക്കുക, അഥവാ സ്വന്തം എന്ത് ചെയ്യുക, ന്യായീകരിക്കുക. ഓക്കെ, ന്യായീകരിക്കുക, വൈറ്റ് വാഷ് ചെയ്യുക. അപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യാറുണ്ട്. രാഷ്ട്രീയക്കാരെന്ത് ചെയ്യും, ഒരാള് അവിടെ എന്തെങ്കിലും പ്രസംഗിക്കുമ്പോൾ വായി വിട്ടെന്തെങ്കിലും പറയും, പിന്നെന്ത് ചെയ്യും, അതിങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പത്രമാധ്യമങ്ങളിൽ ചർച്ച നടത്തേണ്ടി വരും. അതായത് ഞാൻ പറഞ്ഞത് ആ കോണ്ടെക്സ്റ്റിലല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, അതിനെങ്ങനെ വൈറ്റ് വാഷ് അടിക്കാൻ നടക്കും. ഇതെന്താണ്, ഇത് യുക്തീകരണമാണ്. ഓക്കെ, മുടന്ത ന്യായങ്ങൾ പറയാം. എന്നാൽ പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലോ മറ്റു വസ്തുക്കളിലോ ആരോപിക്കുന്നു. ഇനി അടുത്തത് നോക്കാം. പറഞ്ഞു വരും, ക്ലിയർ ആയോ? യുക്തീകരണവും പ്രക്ഷേപണവും ഉള്ള ഡിഫറൻസ് ക്ലിയർ ആയോ? ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ അത് മനസ്സിലാക്കണം, ആ ഡിഫറൻസ് മനസ്സിലാവണം. യെസ്, ഓക്കെ. എങ്കിൽ നമുക്ക് അടുത്തത് പറയാം. അടുത്തത് ഏതാ? അടുത്തത് ഉദാത്തീകരണം. ഉദാത്തീകരണം എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഉദാത്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഉദാത്തീകരണം എന്ന് പറഞ്ഞാൽ സമൂഹം അംഗീകരിക്കാത്ത കാര്യത്തെ സമൂഹം സ്വീകരിക്കുന്ന മാർഗത്തിലേക്ക് വഴിതിരിച്ചുവിടുക. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സമൂഹം അംഗീകരിക്കാത്ത അല്ലെങ്കിൽ സമൂഹം സ്വീകരിക്കാത്ത, സമൂഹം ഉൾക്കൊള്ളാത്ത കാര്യത്തെ സാമൂഹിക അംഗീകാരമുള്ള കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഉദാത്തീകരണം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് മക്കളൊക്കെ ഇല്ലാത്ത ദമ്പതികൾ ഉണ്ടാവും. അങ്ങനെ മക്കളില്ലാത്ത ദമ്പതികള് അനാഥാലയങ്ങളിൽ പോയിട്ട് പ്രത്യേക കെയറിങ് കൊടുക്കുന്നത്, ഇതെന്താണ്, ഉദാത്തീകരണമാണ്. അതുപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യം. കഴിഞ്ഞ വർഷം 2024 മെയ് മാസത്തിൽ നടന്ന കേട്ടറ്റിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ. അവിടെ ചോദിച്ചത് ഇതായിരുന്നു: ദേഷ്യക്കാരനായ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേരുന്നു. അദ്ദേഹം ഏത് പ്രതിരോധ തന്ത്രമാണ് ഉപയോഗപ്പെടുത്തിയത്? ഏതായിരിക്കും? ഉദാത്തീകരണമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ദേഷ്യം എന്നുള്ള വികാരം അത് സമൂഹത്തിൽ അംഗീകാരമുള്ള കാര്യമാണോ? അല്ല, ആരും ഇഷ്ടപ്പെടില്ല. ഒരാൾ ഇങ്ങനെ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ സാമൂഹിക അംഗീകാരം ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ അദ്ദേഹം പട്ടാളത്തിൽ പോകുന്നു, അവിടെ പോയിട്ട് കമാൻഡ് ചെയ്യുന്നു, ആളുകളോട് ചൂടാവുന്നു, ദേഷ്യപ്പെടുന്നു, അത് ആർക്കും ഒരു പ്രശ്നമില്ല. ശരിയല്ലേ? അത് സമൂഹം അംഗീകരിക്കുന്ന കാര്യമാണ്. പട്ടാളക്കാർ ദേഷ്യപ്പെടുന്നത് സമൂഹം അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ വെറുതെ ഒരാളോട് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ സമൂഹം അംഗീകരിക്കില്ല. അപ്പോ ദേഷ്യക്കാരനായ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേരുമ്പോൾ സാമൂഹിക അംഗീകാരമില്ലാത്ത ദേഷ്യം എന്ന് പറയുന്ന വികാരത്തെ സാമൂഹിക അംഗീകാരമുള്ള പട്ടാളത്തിലുള്ള വികാര പ്രകടനങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നു. അത് എന്തിന് ഉദാഹരണമാണ്? അത് ഉദാത്തീകരണത്തിന് ഉദാഹരണമാണ്. ഓക്കെ. അതുപോലെ മക്കളില്ലാത്ത ദമ്പതികൾ അനാഥാലയങ്ങളിൽ പോയി പ്രത്യേക പരിചരണം നൽകുന്നു. അപ്പൊ അതെന്താണ്? ഉദാത്തീകരണമാണ്. ഓക്കെ, സോ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഉദാത്തീകരണം ഞാൻ പോയിന്റ് പറഞ്ഞുതരാം. ഉദാത്തീകരണം ഞാൻ നോട്ട് തരുമ്പോൾ ക്ലിയർ ആവും. നോട്ട് എഴുതിക്കോളൂ കേട്ടോ. ഉദാത്തീകരണം എന്ന് പറഞ്ഞാൽ സാമൂഹിക അംഗീകാരമില്ലാത്ത കാര്യങ്ങളെ സാമൂഹിക അംഗീകാരമില്ലാത്ത സാമൂഹിക അംഗീകാരമുള്ളതിലേക്ക് വഴിതിരിച്ചുവിടുന്നു. സാമൂഹിക അംഗീകാരമുള്ള പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നു. ഒന്നുകൂടെ പറയാം. സാമൂഹിക അംഗീകാരമില്ലാത്ത കാര്യങ്ങളെ സാമൂഹിക അംഗീകാരമുള്ള പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഉദാത്തീകരണം എന്ന് പറയുന്നത്. ഉദാത്തീകരണം. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. മക്കളില്ലാത്ത ദമ്പതികൾ അനാഥാലയങ്ങളിൽ പരിചരണം നടത്തുന്നത്. അതുപോലെ ദേഷ്യക്കാരനായ ഒരാൾ പട്ടാളത്തിൽ ചേരുന്നത് ഉദാത്തീകരണം, സബ്ലിമേഷൻ എക്സാമ്പിൾ ആയിട്ട് വരും. ഓക്കെ, എങ്കിൽ അടുത്തത് പറയാം. അടുത്തതാണ് അനുപൂരണം. കോമ്പൻസേഷൻ. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം അതായിരുന്നു, അനുപൂരണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കോമ്പൻസേഷൻ. നിങ്ങൾ നോട്ട് ചെയ്യുക. ആദ്യം ഞാൻ പറഞ്ഞുതരാം കോൺസെപ്റ്റ്.
അനുപൂരണം അഥവാ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രംഗത്തെ പരാജയം മറികടക്കാൻ മറ്റൊരു രംഗത്തെ വിജയത്തിൽ മറികടക്കുക. ഒരു രംഗത്തെ പരാജയം മറ്റൊരു രംഗത്തെ വിജയത്തിൽ മറികടക്കുന്നതിന് എന്ത് പറയും? അനുപൂരണം എന്ന് പറയും. ഒരു രംഗത്തെ പരാജയം മറ്റൊരു രംഗത്തെ വിജയത്തിൽ മറികടക്കുന്നത് അനുപൂരണം. എക്സാമ്പിൾ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞു, അഥവാ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രമേശ് എന്ത് ചെയ്യുന്നു? സംഗീതത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പൊ കുട്ടികളുടെ മുൻപിൽ എന്തായി? പഠിക്കാൻ മോശമാണെങ്കിലും നല്ല പാട്ടുകാരനാണ് എന്നുള്ള ഒരു എന്ത് കിട്ടും? ഒരു അംഗീകാരം കിട്ടും. അതുപോലെ മറ്റൊന്ന്, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി കായികമേളയിൽ, സ്പോർട്സിൽ, ഫുട്ബോള്, ക്രിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് മത്സരങ്ങൾ, അത്ലറ്റിക് മത്സരങ്ങൾ, ഓട്ടം, ചാട്ടം, ഇതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നു. ഇതെന്താണ്? ഇത് അനുപൂരണമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നോട്ട് ചെയ്യാം. ഒരു രംഗത്തെ പരിമിതി അല്ലെങ്കിൽ പരാജയം, ഒരു രംഗത്തെ പരിമിതി മറ്റൊരു രംഗത്തെ വിജയത്തിൽ മറികടക്കുന്നു. ഒരു രംഗത്തെ പരിമിതി മറ്റൊരു രംഗത്തെ വിജയത്തിൽ മറികടക്കുന്നു. ഇത് സ്ഥിരം ചോദ്യം കേട്ടോ. ഈ അനുപൂരണം എന്നുള്ളത് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഓക്കെ, മറ്റൊരു രംഗത്തെ വിജയത്തിൽ മറികടക്കുന്നു. സോ ഒന്നുകൂടെ പറഞ്ഞുതരാം. അനുപൂരണം എന്ന് പറഞ്ഞാൽ ഒരു രംഗത്തെ പരിമിതി അല്ലെങ്കിൽ പരാജയം മറ്റൊരു രംഗത്തെ വിജയത്തിൽ മറികടക്കുന്നു. അതിനെ എന്ത് പറയും? അതിനെ അനുപൂരണം എന്ന് പറയും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി എന്ത് ചെയ്യുന്നു? സ്പോർട്സിൽ അല്ലെങ്കിൽ കലാമേളയിൽ മുന്നോട്ട് പോകുന്നു. ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങള്? ക്ലിയർ ആയോ? ഓക്കെ, ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ഈ ഒരു സ്ലൈഡിലൂടെ പറഞ്ഞു കേട്ടോ. 4 കണക്റ്റീവ് ഫാക്ട് പറഞ്ഞു. ആ 4 കണക്റ്റീവ് ഫാക്ടിന്റെയും എക്സാമ്പിളും പറഞ്ഞു. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദ്യം എന്ന് പറയുന്നത് പ്രക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, പ്രൊജക്റ്റീവ് മെത്തേഡ്. ഓക്കെ, ഈ പ്രക്ഷേപണ തന്ത്രങ്ങളിലുള്ള അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ, സമായോജന തന്ത്രങ്ങൾ എന്നൊക്കെ പറയും. സമായോജന തന്ത്രങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഇത്. സ്ഥിരം ചോദ്യമാണ് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്, നോട്ട് ചെയ്തോ? എല്ലാവരും നോട്ട് ചെയ്തോ? യെസ്, നോട്ട് ചെയ്തല്ലോ. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തു. യെസ്, ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് ചെറിയൊരു കാര്യം. നമ്മുടെ കേട്ടറ്റ് മാസ്റ്റർ ബൈ ഡീലഡ് കേരള ലേണിംഗ് ആപ്പിന്റെ നമ്മുടെ പെയ്ഡ് ബാച്ചിലുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മുടെ കേട്ടറ്റ് മാസ്റ്റർ ബാച്ചിൽ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു മാസ്റ്റർ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലൈവായിട്ടും റെക്കോർഡായിട്ടും ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ കേട്ടറ്റ് മാസ്റ്റർ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ്സിൽ കിട്ടുന്ന പോലെ PPT PDF ആയിട്ട് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിന്റെയും നോട്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരീക്ഷകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ബാച്ചിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന 24/7 എന്ന് പറയാവുന്ന മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം 1, 3, 5, 7 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കും ഈ വർഷം 2, 4, 6, 8 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള മാറ്റങ്ങളും SCERTയിലുള്ള പോയിന്റുകളും എല്ലാം ഉൾപ്പെടുത്തി ഇതെല്ലാം മെർജ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് SCERT സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. SCERTയിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സിലബസ് ഓറിയന്റഡ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാച്ചില് നിങ്ങൾക്ക് പല ആളുകൾക്കും മാത്സ് ആയിരിക്കും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സബ്ജക്ട്. പക്ഷേ
മാത്സ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഏറ്റവും ബേസിക് മുതൽ പഠിപ്പിച്ച് ഏറ്റവും മാക്സിമം ഉള്ള ടോപ്പിക്കിലേക്ക് പ്രാപ്തനാക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ മാത്സിലൊക്കെ പ്രയാസമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. കാരണം അത്രയും ബേസിക് മുതലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് മുതൽ തന്നെ നമ്മൾ പഠിപ്പിച്ച് ഫ്രാക്ഷൻസും ഡെസിമൽസും അങ്ങനെ തുടങ്ങി ആവറേജ്, അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങി ചെറിയ ടോപ്പിക്കിൽ നിന്ന് തുടങ്ങി അതിന്റെ ബേസിക് പറഞ്ഞ് അങ്ങനെ ഏറ്റവും നല്ല ടോപ്പിക്കിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും കിട്ടാത്ത നിങ്ങൾക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രാഷ് ക്യാമ്പ് എന്ന് പറയുന്നത്. ക്രാഷ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ 4-5 ചോദ്യവും അതിന്റെ കണക്റ്റീവ് ഫാക്ട് ഒരുപാട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതുവരെ പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഉപകാരപ്പെട്ടോ എന്ന് പറഞ്ഞ്? യെസ്, ഓക്കെ. അപ്പോ ഇതുപോലെ നിങ്ങൾക്ക് 30 സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ക്രാഷ് ക്യാമ്പിൽ ലഭിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകൾ ലഭിക്കും. അതിനുശേഷം സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അവസാനത്തെ ഒരു മാസം ഓരോ ദിവസവും ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ ലഭിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തല്ലോ, ഇതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട കണക്റ്റീവ് ഫാക്ട് ഡിസ്കസ് ചെയ്യുന്ന അങ്ങനെ 30 സെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതുകൂടെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകാം, നിങ്ങളിപ്പോ കിട്ടിയ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് അവൈലബിൾ അല്ല. ഓക്കെ, നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്തോ, നിങ്ങൾക്ക് ഇതുപോലെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കണക്റ്റീവ് ഫാക്ട് പറയുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് എവിടെയും ലഭിക്കില്ല. അങ്ങനെ 30 സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ നിങ്ങൾക്ക് എവിടെ ലഭിക്കും? നമ്മുടെ ഈ ഒരു കാറ്ററ്റ് മാസ്റ്റർ ബാച്ച് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്രാഷ് ക്യാമ്പുകളും 30 സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും പഠിക്കുമ്പോൾ ഏറ്റവും നല്ല വിജയത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മളുടെ മുൻപത്തെ നമ്മുടെ മുൻപത്തെ ബാച്ചുകളിലുള്ള ക്ലാസ്സുകള് റിസൾട്ട് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നതായിരിക്കും. നമ്മുടെ പ്രീവിയസ് ബാച്ചുകളിലുള്ള റിസൾട്ട് ആണ് 2023 കാറ്ററ്റിന്റെ റിസൾട്ടും 2024 ഒക്ടോബറിലുള്ള റിസൾട്ട് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് വെറും ഒരു കണക്കല്ല. ഓക്കെ, ഇത് വെറും കണക്കല്ല. ഇതിൽ ഓരോ കുട്ടിയുടെയും റിസൾട്ട് നിങ്ങൾക്ക് നമ്മുടെ DLED കേരള ലേണിംഗ് ആപ്പ് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ എണ്ണം കൊണ്ട് മാത്രമല്ല നമ്മുടെ വിജയം എന്ന് പറയുന്നത്, ഇത്രയും എണ്ണം കുട്ടികൾ കാറ്ററ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ തന്നെ 132 മാർക്ക് വരെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയ വിദ്യാർത്ഥികൾ നമ്മുടെ ബാച്ചിൽ പഠിച്ചിട്ടുണ്ട്. 132 മാർക്ക് നിങ്ങൾ ഓർക്കണം, 150ലാണ് പരീക്ഷ, അതിൽ 132 മാർക്ക് എന്ന് പറഞ്ഞാൽ 82 ആണ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത്. ആ 82ൽ 50 മാർക്ക്, അതിൽ എത്ര മാർക്ക് കൂടുതലുണ്ട്? 50 മാർക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ മാർക്കിനേക്കാൾ കൂടുതൽ നേടാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 128 മാർക്കും ഒക്കെ ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾ നമ്മുടെ ബാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 120 മുകളിൽ മാർക്ക് കിട്ടിയ അനേകം കുട്ടികൾ നമ്മുടെ ബാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. 120 മുകളിൽ മാർക്ക് കിട്ടിയ അനേകം. അതുപോലെ തന്നെ 100 മുകളിൽ കിട്ടിയ കുട്ടികളെ നമ്മൾ എണ്ണം തന്നെ നമ്മൾ എടുത്തിട്ടില്ല, കാരണം അത്രയും കുട്ടികൾക്ക് 100 മുകളിലും മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മള് വെറും വാഗ്ദാനങ്ങളല്ല നൽകുന്നത്. ജനറൽ 90 വേണ്ടത്. ഓക്കെ, ആ കുട്ടി OBC ആയിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത് 82 എന്നുള്ളത്. ഓക്കെ, ജനറൽ 90. അതുപോലെ തന്നെ നമ്മളിവിടെ വെറും വാഗ്ദാനങ്ങളല്ല കൊടുക്കുന്നത്. നമ്മൾ എന്താണോ നിങ്ങൾക്ക് പറയുന്നത് അത് 100% നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒരു കാറ്ററ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഈ നമ്പറിൽ കാറ്ററ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഞാൻ പറയാം, 859067
2089. ഈ നമ്പറിൽ കേട്ടറ്റ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അയച്ചു തരും. 8590672089. ഓക്കെ. അപ്പോ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് ആരോടും എന്ത് പറയുന്നില്ല, നിർബന്ധം പറയുന്നില്ല. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ക്ലാസ് നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഓക്കെയാണ്, ഇത് കേട്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഇത് കേട്ടാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് എനിക്ക് ഉപകാരപ്പെടും എന്നുള്ള കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾ എവിടെ ചേരുകയാണെങ്കിലും ആ ക്ലാസ്സുകളുടെ ക്വാളിറ്റി നിങ്ങൾ കേട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യാം. കാരണം ഞാൻ പറയാനൊരു കാരണമുണ്ട്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്, ഇതുപോലെ ഓൺലൈനിൽ വാട്സപ്പിൽ ഒരു ലിങ്ക് കിട്ടി, അതിൽ ക്ലാസ് കണ്ട് ജോയിൻ ചെയ്തിട്ട് അഥവാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെ ഫീ അടച്ച് ജോയിൻ ചെയ്തിട്ട് സ്ക്രീൻ പോലും ഷെയർ ചെയ്യാതെ PDF നോട്ടുകളും PPT പോലും ഇല്ലാതെ റേഡിയോ പോലെ ക്ലാസ്സുകൾ എടുക്കുന്ന പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. റേഡിയോ പറയുന്നത് പോലെ ഓഡിയോ മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു PDF നോട്ടോ അല്ലെങ്കിൽ സ്ക്രീനൊന്നും ഇല്ലാതെ ഓഡിയോ പറയുന്ന പോലെ ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്. സോ അങ്ങനെ ക്ലാസ് എടുത്ത് പൈസ പോയി 2000-3000 ഒക്കെ പൈസ പോയി വിദ്യാർത്ഥികൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിലും അവിടുത്തെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ ഈ ഒരു ഫീ എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്ന നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഏറ്റവും കുറഞ്ഞ ഫീ ആണ്. കാറ്റഗറി 1 ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ 3000 രൂപയുടെ കോഴ്സിലേക്ക് നിലവിൽ നിങ്ങൾക്ക് 1500 രൂപക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കാറ്റഗറി 1ഉം അതുപോലെ തന്നെ കാറ്റഗറി 2ഉം 3000 രൂപയുടെ കോഴ്സ് 1500 രൂപക്ക് നിലവിൽ അവൈലബിൾ ആണ്. ഇത് ഓപ്പണിംഗ് ഓഫർ ആണ്. അപ്പൊ അത് അവസാനിക്കുന്നതിന് മുൻപ് എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാറ്റഗറി 1ഉം 2ഉം ഒരുമിച്ച് വേണ്ട ആളുകൾക്ക്, കാറ്റഗറി 1+2 വേണ്ട ആളുകൾക്ക് 6000 രൂപയുടെ കോഴ്സ് നമ്മൾ നിലവിൽ ഓഫറിൽ 2500 രൂപക്കും കൊടുക്കുന്നുണ്ട്. അതും ഓപ്പണിംഗ് ഓഫർ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജോയിൻ ചെയ്യുക. യെസ്, സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ക്ലാസ്. കാറ്റഗറി 1ഉം 2ഉം സെപ്പറേറ്റ് ആയിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു 1500 രൂപക്ക് കാറ്റഗറി 1ഉം 2ഉം കിട്ടും. അതുപോലെ 1ഉം 2ഉം ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ 2500 രൂപക്കും നിലവിൽ അവൈലബിൾ ആണ്. ഈ കുറച്ച് ആളുകളൊക്കെ ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ, എന്നായിരിക്കും എക്സാം എന്നൊക്കെ. എക്സാം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടില്ല. സാധാരണഗതിയിൽ ജൂൺ മാസത്തിൽ എക്സാം കംപ്ലീറ്റ് ആവേണ്ടതും ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോൾ റിസൾട്ട് വരേണ്ടതുമാണ്. പക്ഷെ നിലവിൽ നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ മിക്കവാറും നോട്ടിഫിക്കേഷൻ വരുന്നത് ജൂലൈ ആദ്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ജൂലൈ ആദ്യത്തിൽ നോട്ടിഫിക്കേഷൻ വരും. ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ. ഓഗസ്റ്റിൽ എക്സാം നടക്കാൻ സാധ്യത കുറവാണ്. ഓഗസ്റ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ സെപ്റ്റംബറിലായിരിക്കും എക്സാം ഉണ്ടാവാനുള്ള സാധ്യത. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ലൈവ് ക്ലാസ് കൊടുക്കുന്നതിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മളാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. പല ആപ്പുകളും 6000, 10000, 18000 രൂപ വരെ ഫീ വാങ്ങുന്ന ആപ്പുകളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഈ ഒരു 1500 രൂപക്ക് നിങ്ങൾക്ക് ഈ ക്രാഷ് ക്യാമ്പ്, നമ്മൾ 1000 രൂപ ഫീ വാങ്ങി കൊടുക്കുന്ന കോഴ്സാണ് ക്രാഷ് ക്യാമ്പ്. ഈ ക്രാഷ് ക്യാമ്പ് കൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ ടൈം എന്ന് പറയുന്നത് രാത്രി 8:30 ലൈവ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, രാത്രി 8:30. സോ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, വിദ്യാലയത്തിൽ TTC B.Ed ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കോഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് ഇതും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യം പറയാം. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു നമ്പറിൽ കേട്ടിട്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്പർ ഒന്നുകൂടെ പറയാം. 8590672089. ഇതാണ് നമ്മുടെ കേട്ടറ്റ് മാസ്റ്റർ ബൈ D.Led കേരള ലേണിംഗ് ആപ്പിന്റെ ക്ലാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം വരെ ആയിരിക്കും എന്തുണ്ടാവുക, ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും കേട്ടോ. എക്സാം വരെയാണ് ക്ലാസ്സുകൾ ലഭിക്കുക. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, നമ്പർ നോട്ട് ചെയ്യാത്തവർ ഒരിക്കൽ കൂടെ നോട്ട് ചെയ്തോളൂ. ഈ നമ്പറിൽ കാറ്ററ്റ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. 85-906-720-89. ഓക്കെ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? റെഡി?
യെസ്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം ഓക്കെ, ഒരു ചോദ്യം വിട്ടുപോയതുണ്ട്, അതാദ്യം പറയാം. ഓക്കെ, താഴെ കൊടുത്തവയിൽ പഠന വൈകല്യത്തിന് കാരണമായതിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തതിൽ പഠന വൈകല്യത്തിന് കാരണമായതിൽ പെടാത്തത് ഏത്? പാരമ്പര്യ ഘടകങ്ങൾ, മാനസിക ഘടകങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, ഇവയൊന്നുമല്ല. ഓക്കെ, ഇവിടെ സി ആണെന്ന് പല ആളുകളും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. താഴെ കൊടുത്തവയിൽ പഠന വൈകല്യത്തിന് കാരണമായതിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ്. പഠന വൈകല്യം അല്ലെ. ഒന്നാമത്തെ ഓപ്ഷൻ പാരമ്പര്യ ഘടകങ്ങൾ. അതെന്തായാലും പഠന വൈകല്യത്തിന് കാരണമാവും. നമുക്കറിയാം പാരമ്പര്യ ഘടകങ്ങൾ നമ്മളൊക്കെ പറയാറുണ്ട്, ബുദ്ധി പാരമ്പര്യമായിട്ട് ലഭിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. പിന്നെ പാരമ്പര്യ ഘടകങ്ങൾ, നമ്മുടെ അച്ഛന് നല്ല പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സാഹചര്യം, വീട്ടിലെ സാഹചര്യം, ഇതൊക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ പഠനത്തെ സ്വാധീനിക്കും. സോ ഇത് പഠന വൈകല്യത്തിന് കാരണമായേക്കാം. ഏത്? പാരമ്പര്യ ഘടകങ്ങൾ. ഓക്കെ, ഇനി മാനസിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മാനസിക ഘടകങ്ങൾ, ഓക്കെ, ഒരു ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഡിപ്രഷൻ ആണ്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതെന്തായിരിക്കും? മാനസിക ഘടകങ്ങൾ. അതും പഠന വൈകല്യത്തിന് കാരണമായേക്കും. ഇനി അടുത്തത് എന്താ? പാരിസ്ഥിതിക ഘടകങ്ങൾ അഥവാ ഒരു കുട്ടിയുടെ എൻവയോൺമെന്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കുട്ടി പഠിക്കുന്ന അന്തരീക്ഷം, ഒരു ലഹരി നിറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കാൻ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നല്ല രീതിയിലുള്ള അന്തരീക്ഷമില്ല, ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഇല്ല, ചുറ്റും ലഹരി, മദ്യപാനം, ഇതൊക്കെ കുട്ടിയുടെ അന്തരീക്ഷമാണ്, പാരിസ്ഥിതിക ഘടകമാണ്. അതും പഠന വൈകല്യത്തിന് കാരണമായേക്കാം. അപ്പൊ ഏതായിരിക്കും ഉത്തരം? ഉത്തരം ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവയൊന്നുമല്ല. ഓക്കെ, മനസ്സിലായോ? ശ്രദ്ധിക്കണം കേട്ടോ. നമ്മള് ശ്രദ്ധിച്ചിട്ട് വേണം കമന്റ് ചെയ്യാന്, ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ബബിൾ ചെയ്യാന്. ഈ സൈക്കോളജിയിലുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാല്, അതായത് പലതും ഉത്തരമായി വന്നേക്കാം, പക്ഷെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഇപ്പൊ ഇവിടെ സാഡ് ഇമോജി ഇടുന്ന ആളുകളൊക്കെ ഇപ്പൊ നിങ്ങൾ സാഡ് ഇമോജി ഇട്ടോ, പക്ഷെ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ സാഡ് ഇമോജി ഇട്ടാൽ അതെന്തായിരിക്കും? അതൊരു സാഡ് ഇമോജിയിൽ ഒതുങ്ങി പോകും. അപ്പൊ ഇപ്പൊ വന്ന സാഡ് ഒരു തിരിച്ചറിവാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ എന്നും കരഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സോ അങ്ങനെ ഒരു കരച്ചിലോളി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും അവയുടെ ഉദ്ദേശ്യങ്ങളും ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, ഉദ്ദേശ്യങ്ങൾ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാനൊന്ന് വായിച്ചുതരാം. സഞ്ചിത രേഖ കുട്ടികളുടെ അവിചാരിത സംഭവങ്ങളും പ്രതികരണങ്ങളും രേഖപ്പെടുത്തുന്നു. ഉപാഖ്യാന രേഖ കുട്ടിയുടെ സമഗ്രമായ വിവരങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്തുന്നു. പ്രക്ഷേപണ രീതി അബോധ മനസ്സിലെ വികാരങ്ങൾ അപഗ്രഥിക്കുന്നു. ക്രിയാഗവേഷണം ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ സമഗ്രമായി പഠിക്കുന്നു. ഇതിലേതാണ് ശരിയായ ജോഡി? യെസ്, വെരി ഗുഡ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഏതാണ്? നിങ്ങളുടെ ഉത്തരം ശരിയാണ്. പ്രക്ഷേപണ രീതി എന്ന് പറഞ്ഞാൽ അബോധ മനസ്സിലെ വികാരങ്ങൾ അപഗ്രഥിക്കുന്നു. അതാണ് പ്രക്ഷേപണ രീതി. പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അബോധ മനസ്സിലുള്ള വികാരങ്ങൾ അപഗ്രഥിക്കുന്നതാണ് പ്രക്ഷേപണ രീതി. പ്രക്ഷേപണ രീതികളുടെ എക്സാമ്പിൾ ഏതാണെന്ന് അറിയുന്നവർക്ക് പറയാം. പ്രക്ഷേപണ രീതിയുടെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? ഒന്ന് കാറ്റ് എന്ന് പറയുന്നു, മറ്റൊന്നാണ് വാറ്റ്. ഓക്കെ, കാറ്റ്, വാറ്റ്, ടാറ്റ്, അതുപോലെ തന്നെ റിറ്റ്, ഇതൊക്കെ എന്താണ്? പ്രക്ഷേപണ രീതിയുടെ എക്സാമ്പിൾ ആണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. വാറ്റ് എന്ന് പറഞ്ഞാൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നു. ടാറ്റ് എന്ന് പറഞ്ഞാൽ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നു. റിറ്റ് എന്ന് പറഞ്ഞാൽ റോഷാക്ക് ഇങ്ക് ബോർഡ് ടെസ്റ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ PCT ഉണ്ട്, പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ്. ഇതൊക്കെയാണ് എന്ത്? പ്രക്ഷേപണ രീതികൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. കാറ്റ് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. വാറ്റ് എന്ന് പറഞ്ഞാൽ
വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഓക്കെ, സ്ലോന്ന് പറഞ്ഞുതരാം. കാറ്റ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. വാറ്റ് എന്ന് പറഞ്ഞാൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ടാറ്റ് എന്ന് പറഞ്ഞാൽ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നു. റിറ്റ് എന്ന് പറഞ്ഞാൽ റോർഷാക്ക് ഇങ്ക് ബോട്ട് ടെസ്റ്റ്. റോഷ മഷിയൊപ്പ് പരീക്ഷ, റോഷ ഇങ്ക് ബോട്ട് ടെസ്റ്റ്. ഓക്കെ, അതുപോലെ PCT എന്ന് പറഞ്ഞാൽ പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ്. പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ്. ഇതൊക്കെയാണ് എന്ത് പ്രക്ഷേപണ രീതികൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ പ്രക്ഷേപണ രീതി കറക്റ്റ് ആയിട്ടുള്ള എന്താണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒരു സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ, ഫുൾ സ്ക്രീൻ കാണുന്നില്ല എന്നോ? എങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കും? അത് നിങ്ങളുടെ ആ ഒരു സ്ക്രീനിൽ ഉണ്ടല്ലോ, ഒരു ഒരു സ്ക്വയർ ഉണ്ടാവും ആ സ്ക്രീനിന്റെ താഴെ ഭാഗത്ത്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ സ്ക്രീൻ ആവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? കാറ്റ് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. വാറ്റ് എന്ന് പറഞ്ഞാൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ടാറ്റ് എന്ന് പറഞ്ഞാൽ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ റിറ്റ് എന്ന് പറഞ്ഞാൽ റോർഷാക്ക് ഇങ്ക് ബോട്ട് ടെസ്റ്റ്. PCT എന്ന് പറഞ്ഞാൽ പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ്. ഓക്കെ സാർ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രക്ഷേപണവും ഇതും സെയിം ആണോ? ആ പ്രക്ഷേപണം എന്ന് പറയുന്നത് ഒരു പ്രതിരോധ തന്ത്രമാണ് കേട്ടോ, പ്രതിരോധ തന്ത്രം. ഓക്കെ, മറ്റുള്ളവരിൽ ആരോപിക്കുന്നു, അത് പ്രക്ഷേപണം. ഇത് പ്രക്ഷേപണ തന്ത്രമാണ് കേട്ടോ, പ്രക്ഷേപണ തന്ത്രം. ഓക്കെ, അഥവാ അബോധ മനസ്സിലുള്ള വികാരങ്ങൾ അപഗ്രഥിക്കുന്നു. ഇത് രണ്ടും രണ്ടാണ് കേട്ടോ, രണ്ട് ടോപ്പിക്കും ആണ്. ഓക്കെ, മറ്റേത് പ്രതിരോധ തന്ത്രം അല്ലെങ്കിൽ സമായോജന ക്രിയാതന്ത്രം എന്ന് പറയുന്നു. ഇതെന്താണ്? ഇത് പ്രക്ഷേപണ രീതിയാണ് കേട്ടോ, പ്രക്ഷേപണ രീതി. അത് പ്രക്ഷേപണ തന്ത്രം. തന്ത്രവും രീതി വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നോക്കാം. അടുത്തത് സഞ്ചിത രേഖ. ഇവിടെ ഒന്നാമത് പറഞ്ഞ എന്താ? കുട്ടികളുടെ അവിചാരിത സംഭവങ്ങളും പ്രതികരണങ്ങളും രേഖപ്പെടുത്തുന്നു. അത് ഏത് രേഖയാണെന്നറിയോ? അത് ഉപാഖ്യാന രേഖയാണ്. കുട്ടികളുടെ അവിചാരിത സംഭവങ്ങളും പ്രതികരണങ്ങളും രേഖപ്പെടുത്തുന്നത് ഉപാഖ്യാന രേഖയാണ്. ഇനി കുട്ടിയുടെ സമഗ്രമായ വിവരങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്തുന്നത് അത് സഞ്ചിത രേഖ. അപ്പൊ എയും ബിയും എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ കറക്റ്റ് ആയി. ഓക്കെ, കുട്ടിയുടെ സമഗ്രമായ വിവരങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്തുന്നത് സഞ്ചിത രേഖ. കുട്ടിയുടെ അവിചാരിത സംഭവങ്ങളും പ്രതികരണങ്ങളും രേഖപ്പെടുത്തുന്നത് ഉപാഖ്യാന രേഖ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഡി ഓപ്ഷൻ നോക്കാം. ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ സമഗ്രമായി പഠിക്കുന്നു. അതിന് പറയുന്ന പേരെന്താ? ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ സമഗ്രമായി പഠിക്കുന്നതിന് പറയുന്ന പേരെന്താ സുഹൃത്തുക്കളെ? ഒന്ന് പറഞ്ഞേ. ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ സമഗ്രമായി പഠിക്കുന്നതിനെ പറയുന്ന പേരാണ് കേസ് സ്റ്റഡി എന്ന് പറയും കേട്ടോ. കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി ആണ് ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ സമഗ്രമായി പഠിക്കുന്നത്. കേസ് സ്റ്റഡി. ഓക്കെ, കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഏക വ്യക്തി പഠനം എന്ന് പറയും കേട്ടോ. ഏക വ്യക്തി പഠനം അല്ലെങ്കിൽ കേസ് സ്റ്റഡി. കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. യെസ്, എങ്കിൽ അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. ക്ലാസ്സിൽ ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീതുവിന്റെ പ്രയാസം ബോധ്യപ്പെട്ട ശാരദ ടീച്ചർ വർക്ക്ഷീറ്റുകളും ചില മാതൃകകളും നൽകിയപ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു. ടീച്ചർ നൽകിയ കൈത്താങ്ങ് താഴെ കൊടുത്തതിൽ ഏത് വിലയിരുത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഠനത്തെ വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തെ ആന്തരികമായി വിലയിരുത്തൽ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഏതാണ് ഉത്തരം? സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. പഠനത്തിനായുള്ള വിലയിരുത്തൽ. സോ നമ്മൾ എന്ത് ചെയ്യണം? പഠനത്തെ വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ അഥവാ അസസ്മെന്റ് ഓഫ് ലേണിംഗ്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് അതാണ് പഠനത്തെ വിലയിരുത്തൽ. പഠനം തന്നെ വിലയിരുത്തൽ അഥവാ അസസ്മെന്റ് ആസ് ലേണിംഗ്. അടുത്തതാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാഡറ്റ് പരീക്ഷയ്ക്കും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഇത് സൈക്കോളജിയുടെ ഭാഗത്തുള്ള പെഡഗോജിയിൽ മാത്രമല്ല ചോദിക്കുന്നത്,
ഇത് എവിടെ ചോദിക്കും അറിയോ? മലയാളത്തിൽ ചോദിക്കും, ഇംഗ്ലീഷിൽ ചോദ്യം നിന്നുകൊണ്ട് ചോദിക്കും, EVSലും മാത്സിലും ചോദിക്കും. എന്ന് പറഞ്ഞാൽ കേട്ടറ്റിന്റെ 5 സബ്ജക്റ്റിലും എന്ത് ചെയ്യാറുണ്ട്? ഈ ചോദ്യം വരാറുണ്ട്. സോ പഠിച്ചിരിക്കണം. അപ്പൊ ഓരോന്ന് പറഞ്ഞാലോ? ആദ്യം പറയാം, പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. എന്താണ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ? പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പഠന പ്രക്രിയക്ക് ശേഷം വിലയിരുത്തുന്നത്, പഠന പ്രക്രിയക്ക് ശേഷം വിലയിരുത്തുന്നതാണ് പഠനത്തെ വിലയിരുത്തൽ. ഓക്കെ, ഒരു പഠന പ്രക്രിയക്ക് ശേഷം വിലയിരുത്തുന്നതിനെ പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പഠന പ്രക്രിയ എന്ന് പറയുമ്പോൾ അത് നിശ്ചിത ടേം ആവാം. ഉദാഹരണമായിട്ട് ഒരു നമ്മള് ഓണപരീക്ഷ നടത്താറുണ്ട്, അഥവാ 1ാം പാദ പരീക്ഷ, ഫസ്റ്റ് ടേം എക്സാമിനേഷൻ, ക്രിസ്മസ് പരീക്ഷ, സെക്കൻഡ് ടേം എക്സാമിനേഷൻ നടക്കാറുണ്ട്. അതുപോലെ ഇതൊക്കെ എന്താണ്? ഒരു നിശ്ചിത പ്രക്രിയക്ക് ശേഷമാണ്, അല്ലെ? അപ്പൊ ഓണപരീക്ഷ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ടേം, അഥവാ ഒരു ടേം കഴിഞ്ഞു, അവിടെ 2ഓ 3ഓ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നു. എന്ന് പറയുമ്പോൾ ആ യൂണിറ്റ് പഠിപ്പിച്ച ശേഷമാണ് പരീക്ഷ നടത്തുന്നത്. സോ എന്താണ് യൂണിറ്റ് ടെസ്റ്റ് നടത്തുക പറഞ്ഞാൽ? യൂണിറ്റ് പഠിപ്പിച്ച ശേഷം പരീക്ഷ നടത്തുന്നു. സോ അതെന്താണ്? അത് പഠനത്തെ വിലയിരുത്തലാണ്. ഇങ്ങനെ ഒരു പഠന പ്രക്രിയക്ക് ശേഷം നടത്തുന്ന വിലയിരുത്തലാണ് പഠനത്തെ വിലയിരുത്തൽ. ഓക്കെ, ഇനി അടുത്തത് പഠനം തന്നെ വിലയിരുത്തൽ, അസസ്മെന്റ് ആസ് ലേണിംഗ്. അത് എളുപ്പമാണ്. ആസ് എന്ന് പറഞ്ഞാൽ അതിലൊരു എസ് കണ്ടോ? ആ എസ് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പഠനം തന്നെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി സ്വയം വിലയിരുത്തലാണ് പഠനം തന്നെ വിലയിരുത്തൽ. സ്വയം വിലയിരുത്തൽ, ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? തന്നെ സ്വയം വിലയിരുത്തുകയാണെങ്കിൽ അതിനെ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നു. ഓക്കെ, അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്തത് നോക്കാം, പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യുക, പഠന പ്രക്രിയയോടൊപ്പം പഠന പുരോഗതിക്ക് വേണ്ടി നടത്തുന്ന വിലയിരുത്തൽ. പഠന പുരോഗതിക്ക് വേണ്ടി നടത്തുന്ന വിലയിരുത്തലാണ് എന്ത്? പഠനത്തിനായുള്ള വിലയിരുത്തൽ. അതിൽ വരുന്നതാണ് എന്ത്? വർക്ക്ഷീറ്റുകൾ കൊടുക്കുന്നത്, മാതൃകകൾ നൽകുന്നത്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. അതും അതിൽ പെടും കേട്ടോ. ഫീഡ്ബാക്ക് നൽകുന്നത്, വർക്ക്ഷീറ്റ് കൊടുക്കുന്നത്, മാതൃകകൾ നൽകുന്നത്, ഫീഡ്ബാക്ക് കൊടുക്കുന്നതൊക്കെ എന്താണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ. നിങ്ങൾ പറഞ്ഞ് വർക്ക്ഷീറ്റ് എപ്പോഴാണ് കൊടുക്കാറുള്ളത്? ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലല്ലേ വർക്ക്ഷീറ്റ് കൊടുക്കാറുള്ളത്? സോ അതെന്താണ്? ആ കുട്ടിയുടെ പഠന പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് വർക്ക്ഷീറ്റ് കൊടുക്കുന്നത്. അങ്ങനെ പഠന പ്രക്രിയയോടൊപ്പം പഠന പുരോഗതിക്ക് വേണ്ടി നൽകുന്ന വിലയിരുത്തൽ ആണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. അതിന്റെ ഭാഗമായിട്ട് വർക്ക്ഷീറ്റ് കൊടുക്കും, മാതൃകകൾ നൽകും, ഫീഡ്ബാക്ക് നൽകും. ഓക്കെ, ഇത് 3 തരത്തിലുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? സർ, ഫസ്റ്റ് സെം സബ്ജക്ട് മാത്രമേ കാറ്റഗറി 1ൽ ചോദിക്കുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല കേട്ടോ, നിങ്ങളുടെ DLED പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ 4 സെമ്മിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കാറ്റഗറി പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും പഠിക്കുന്ന സൈക്കോളജിയും, അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫിലോസഫി ഉണ്ടല്ലോ, എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഒക്കെ പഠിക്കുന്ന മാത്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ EVS ഉണ്ടല്ലോ, സയൻസ്, അതിലൊക്കെ വരുന്ന പെഡഗോജി ഭാഗങ്ങളുണ്ട്. അതിലാണ് ഈ വിലയിരുത്തലുകൾ വരുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും? ചോദിക്കും കേട്ടോ. സോ നമ്മള് ഫസ്റ്റ് സെമ്മ് മാത്രമല്ല, DLEDന്റെ 4 സെമ്മിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? ചോദിക്കും. പിന്നെ ഇവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഫ്രീ ക്ലാസ് ഡെയിലി ഉണ്ടാവുമോ എന്നുള്ളത്. ആ കാര്യം ഞാൻ പറയാം. നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ ഡെയിലി ഉണ്ടാവില്ല. കാരണം നമ്മുടെ പെയ്ഡ് ബാച്ചിന്റെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ദിവസവും നമുക്കുണ്ട്. സോ പെയ്ഡ് ബാച്ചിന്റെ ക്ലാസ്സുകൾ ഉള്ള ദിവസം നമുക്ക് ലൈവ് ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായിട്ട് പ്രയാസമാണ്. അപ്പോ നമ്മുടെ ഈ ഒരു പെയ്ഡ് ക്ലാസ്സുകൾ ഉള്ളത് കൊണ്ട് ഫ്രീ ക്ലാസ്സുകൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഫ്രീ ക്ലാസ് ഉണ്ടാവുള്ളൂ. അതും നമ്മുടെ പുതിയ ബാച്ച് അഡ്മിഷൻ ആയാൽ, പുതിയ ബാച്ച് ക്ലാസ് തുടങ്ങിയ പിന്നെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടാവില്ല. സോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിലേക്ക് ഞാൻ പറഞ്ഞു, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, അഥവാ കേട്ടിട്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഞാൻ പറഞ്ഞു 8590672089 8590672089 8590672089 ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേട്ടിട്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങൾ ഉള്ളതൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ. ഈ ഒരു ക്ലാസ് മാത്രമേ ഫ്രീ ഉണ്ടാവുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല കേട്ടോ, നമ്മൾ ഇനിയും അടുത്ത ആഴ്ചയും ഫ്രീ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ എന്ത് ചെയ്യും, നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ എല്ലാ ദിവസവും ഉണ്ടാവില്ല. നെക്സ്റ്റ് വീക്കിൽ വേണമെങ്കിൽ ശനിയോ ഞായറോ ഫ്രീ ക്ലാസ് എന്ത് ചെയ്യാം, നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ബാച്ചിൽ ക്വസ്റ്റ്യൻ ആൻസർ ആണോ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ് ലഭിക്കും. അതിൽ ക്വസ്റ്റ്യൻ ആൻസർ അല്ല, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ വിലയിരുത്തൽ എന്നുള്ള ടോപ്പിക്കാണ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അപ്പൊ വിലയിരുത്തൽ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കും. പിന്നെ അതിൽ ഓരോ ആശയങ്ങൾ, ബ്രൂണറെ കുറിച്ച്, പിയാഷെ കുറിച്ച്, ഇങ്ങനെ ഓരോ ടോപ്പിക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകൾ ലഭിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ഒരു മാസം, അവസാനത്തെ ഒരു മാസമാണ് ഈ ക്രാഷ് ക്ലാസ് ലഭിക്കുക. അതിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ലഭിക്കുക ക്രാഷ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ആ ക്രാഷ് ക്ലാസ്സിൽ നിങ്ങൾക്ക് 30 സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ കാറ്ററ്റിൽ നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും ഇത്ര മാർക്ക് വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ടോട്ടലി 82 അല്ലെങ്കിൽ 90 മാർക്ക് കിട്ടിയാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കാറ്ററ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതാണ് അതിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ മാർക്കാണ് നമുക്ക് വേണ്ടത്. ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞെന്ന് കരുതിയിട്ട് പ്രശ്നം ഇല്ല കേട്ടോ. ഓക്കെ, മോഡൽ എക്സാം എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൽ പറഞ്ഞ കാര്യങ്ങള്, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, PDF നോട്ട്, മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാം, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, മെന്റർ സപ്പോർട്ട്, ക്രാഷ് ക്യാമ്പ് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഹൈലൈറ്റ് ആണ് കേട്ടോ. സോ അത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ, താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോ. ഈ 8590672089 എന്ന് പറയുന്ന നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങളുടെ പെയ്ഡ് ബാച്ചിന്റെ ക്ലാസ്സുകൾ 8:30 മുതൽ 9:30 അല്ലെങ്കിൽ 8:30 മുതൽ 10 വരെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവാറുള്ളത്. ഡെയിലി 8:30 to 9 അല്ലെങ്കിൽ 8:30 to 10. ഓക്കെ, 1-1.5 മണിക്കൂറാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്രാഷ് ക്യാമ്പ് ഞാൻ പറഞ്ഞു, അതാണ് നിങ്ങൾക്ക് 30 സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ക്ലാസ്സുകൾ ലഭിക്കുന്നത്. കാറ്റഗറി 1ഉം 2ഉം പഠിക്കാനുള്ളതിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. 1ഉം 2ലും പഠിക്കാൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി 1ലും 2ലും സെയിം ആണ്. മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി 1ലും 2ലും കോമൺ ആണ്. 90 മാർക്കിന് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അഥവാ ഒരേ സിലബസ് ആണ്, ഒരേ പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അത് കോമൺ ആണ്. പിന്നെ കാറ്റഗറി 2ല് നിങ്ങൾ സോഷ്യൽ ആണോ സയൻസ് ആണോ ഓപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. സോഷ്യൽ ആണെങ്കിൽ സോഷ്യലിൽ 60 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും. സയൻസ് ആണെങ്കിൽ 30 മാർക്ക് മാത്സും 30 മാർക്ക് സയൻസും. അങ്ങനെയാണ് കാറ്റഗറി 2 സയൻസ് ആണെങ്കിൽ വരുന്നത്. ഓക്കെ, പിന്നെ മാത്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മാത്സ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏറ്റവും നല്ല ക്ലാസ്സുകൾ മാത്സ് നമ്മൾ ഏറ്റവും ബേസിക് മുതലേ പഠിപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, തുടങ്ങുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ടെൻഷനും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ക്രാഷ് ക്യാമ്പിന് നിങ്ങൾ സെപ്പറേറ്റ് ഫീ അടക്കേണ്ടി വരില്ല. ഞാൻ പറഞ്ഞു 1000 രൂപയുടെ ക്രാഷ് ക്യാമ്പ് ആണ്. അതിൽ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1500 അല്ലെങ്കിൽ 1 and 2 ഒരുമിച്ചാണെങ്കിൽ 2500 നിങ്ങൾക്ക് ക്രാഷ് ക്യാമ്പ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിന് നിങ്ങൾ സെപ്പറേറ്റ് ഫീ അടക്കേണ്ടി വരില്ല. പക്ഷെ നിങ്ങൾ ക്രാഷ് ക്യാമ്പ് മാത്രം അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് അതിന് സെപ്പറേറ്റ് ഫീ അടക്കുകയും വേണ്ടി വരും. അതിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കില്ല. സോ നിങ്ങൾ ക്രാഷ് ക്യാമ്പിന് മാത്രം ജോയിൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്താണ്, നിങ്ങൾ തുടക്കം മുതലെയുള്ള ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഞാൻ ഒന്നുകൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോ അതില് ഒരിക്കൽ കൂടെ എന്താ ചെയ്യാം, ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതില് സംശയം ഉണ്ടായിരുന്നു, പഠനത്തെ വിലയിരുത്തൽ, അതുപോലെ പഠനം തന്നെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ. അതിൽ പറയുന്നത് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു പഠന പ്രക്രിയക്ക് ശേഷം
ഒരു പഠന പ്രക്രിയക്ക് ശേഷം വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ അത് പഠനത്തെ വിലയിരുത്തൽ. എക്സാമ്പിൾ പറഞ്ഞു. എക്സാമ്പിൾ എന്തൊക്കെയാണ്? എക്സാമ്പിള് യൂണിറ്റ് ടെസ്റ്റ്, അതുപോലെ ടേം പരീക്ഷകൾ, ഇതെല്ലാം പഠനത്തെ വിലയിരുത്തലാണ്. അടുത്തത് പഠനം തന്നെ വിലയിരുത്തൽ. പഠനം തന്നെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ സ്വയം വിലയിരുത്തലാണ്, സെൽഫ് അസസ്മെന്റ്. അത്ര പഠിക്കാനുള്ളൂ. ഒരു കുട്ടി സ്വയം വിലയിരുത്തുകയാണെങ്കിൽ അത് പഠനം തന്നെ വിലയിരുത്തൽ. ഓക്കെ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തൽ. പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഒരു പഠന പ്രക്രിയയോടൊപ്പം പഠന പുരോഗതിക്ക് വേണ്ടി നടത്തുന്ന വിലയിരുത്തൽ. അതിന്റെ ഭാഗമായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നു, വർക്ക്ഷീറ്റ് കൊടുക്കുന്നു, മാതൃകകൾ നൽകുന്നു. ഇതാണ് എയും ബിയും സിയും വരുന്നത്. ഡി നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതിവിടെ എക്സ്ട്രാ കൊടുത്തു എന്നേ ഉള്ളൂ, നിങ്ങൾ പഠിക്കണ്ട. അപ്പൊ 3 ഓപ്ഷൻ നിങ്ങൾ പഠിക്കുക. ഓക്കെ. LPUP ക്ലാസ്സുകൾ നമ്മൾ നിലവിൽ തുടങ്ങിയിട്ടില്ല, നമ്മൾ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. സോ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്തോളൂ, മെസ്സേജ് അയച്ചോളൂ കേട്ടോ, LPUP എന്ന് പറഞ്ഞ്. സോ പഠനത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഒരു പഠന പ്രക്രിയക്ക് ശേഷം നടത്തുന്നു. യൂണിറ്റ് ടെസ്റ്റ്, എക്സാമ്പിൾ ഇവിടെ എഴുതാം, യൂണിറ്റ് ടെസ്റ്റ്. അതുപോലെ തന്നെ ടേം ടെസ്റ്റ്, ടേം പരീക്ഷകൾ, അതൊക്കെ പഠനത്തെ വിലയിരുത്തൽ. പഠനം തന്നെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ സെൽഫ് അസസ്മെന്റ് ആണ്. സെൽഫ് അസസ്മെന്റ്, സ്വയം വിലയിരുത്തലാണ്. പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ പഠന പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള വിലയിരുത്തൽ, പഠന പ്രക്രിയക്കൊപ്പം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കൽ, അതുപോലെ മാതൃകകൾ നൽകൽ, വർക്ക്ഷീറ്റ് കൊടുക്കലൊക്കെ എന്താണ്, അതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് കണക്റ്റീവ് ഫാക്റ്റും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉപകാരപ്പെട്ടോ? അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളുടെ എണ്ണമല്ല, അതിലുള്ള കോണ്ടന്റുകളുടെ അളവാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഡിസ്കസ് ചെയ്യുന്ന, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡെപ്തിൽ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം, എവിടെ വേണമെങ്കിലും നോക്കാം. ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കണക്റ്റീവ് ഫാക്ട് എല്ലാം കൊടുക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുന്നു എന്നാണ് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ. കേട്ടിട്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. സോ ക്ലാസ് സമയം അല്പം വൈകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ആഴ്ച പറ്റുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ 8590672089 എന്നുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, കേട്ട്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. അതുപോലെ പെയ്ഡ് ക്ലാസ്സിന് ശേഷം റെക്കോർഡ് ക്ലാസ്സും PDF നോട്ടും അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓരോ ക്ലാസ്സിന്റെയും നോട്ട് PDF ആയിട്ട് ലഭിക്കും. അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. ലൈവായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ക്ലാസ് റെക്കോർഡായിട്ട് ലഭിക്കും. ഓക്കെ. ഓക്കെ മക്കളെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.